ആണ് ഇന്നലെ നമ്മൾ ചൂടെടുക്കാത്ത നമ്മളെ എ സി കിട്ടില്ല. ശരിയാ. അങ്ങനെ ആലോചിക്കുകയും ചെയ്തു. നല്ല തണുപ്പുണ്ട്, എന്നാ എ സി കിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ കതക് തുറന്ന് നോക്കിയപ്പോൾ ഒരു മൂന്നാറിൽ നിന്ന് ഇറങ്ങിയ ഒരു എഫക്റ്റ്. അത്രമേൽ കോട മൊത്തത്തിൽ വീടിന് ചുറ്റും മൂടിയിരിക്കുന്നത് പോലെ. ഇന്നെന്തായാലും ഒരു മോർണിംഗ് വ്ലോഗ് അല്ല കേട്ടോ, ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാര്യം മുത്തുന്ന് രാവിലെ തന്നെ ജോലിക്ക് പോയതുകൊണ്ട് പിന്നെ അതിനുശേഷം ഫുൾ ടൈം ഞാൻ വെറുതെ ഇരുന്നു, ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നൂല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അങ്ങ് കഴിച്ചാൽ മതി എന്നേ തോന്നത്തുള്ളൂ. അപ്പൊ ഇന്ന് മുത്ത് വരുന്നതിന് മുൻപ് ചോറ്, മീൻകറി, പൊരിച്ചമീൻ, തോരൻ ഇതെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാം. ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ടി മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. മുത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ക്ലാസിക് മീൻകറി എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ തേങ്ങയിൽ അരപ്പരച്ച് വീത്തി അങ്ങനെ വെക്കുമല്ലോ, പ്രത്യേകിച്ച് ഭയങ്കര കലയായിട്ടൊന്നും ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു നോർമൽ ക്ലാസിക് മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മീൻകറി എന്തായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ മുത്തിന് മീൻ മസ്റ്റാണ്, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻകറി കഴിക്കാനാണ് മുത്തിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ മീൻ ഇവിടെ എപ്പോഴും വേണം. മുത്തിന് സദ്യ ഒക്കേഷണലി സദ്യ ഓക്കെയാണ്, അതല്ലാതെയൊന്നും മുത്തിന് ഈ മീൻകറിയൊന്നും ഇല്ലാതെയൊക്കെ കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണേ. ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പാത്രങ്ങളും അപ്പം കഴുകി വയ്ക്കുന്നുണ്ട്. കാര്യം അല്ലെങ്കിൽ ഇവിടെ മൊത്തം മെസ്സായി കിടക്കും. ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് തോരൻ വെക്കണം. ഞാൻ ബീട്രൂട്ട് തോരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ ബീട്രൂട്ടേ അവിടെ ഉള്ളുള്ളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ശരിയെങ്കിൽ അത് തന്നെ എടുക്കാം. അങ്ങനെ മീൻകറിയും റെഡിയായി, തോരനും റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് പൊരിച്ച മീനാണ്. അപ്പോൾ മീനുള്ള അരപ്പ് ഞാൻ തേച്ച് വെക്കുന്നുണ്ട്, പക്ഷെ മീൻ പൊരിച്ചില്ല കേട്ടോ. കാര്യം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മുത്തിനിപ്പോൾ ചോറ് വേണ്ടാന്ന്. കാര്യം മുത്ത് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് അയ്യോ വെറുതെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചു. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുത്ത് വന്നു. മുത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചതിന്റെ കൂട്ടത്തിൽ കുറച്ച് മുത്തിനും വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ മുത്തും കഴിച്ചു. പിന്നെ കുറച്ചു നേരം ഞാൻ ഡിങ്കുവിൻ്റെ കൂടെ ഒന്ന് കളിച്ചതിന് ശേഷം അപ്പോഴേ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത് ഇന്ന് 5ഉം 5ഉം കളയേണ്ട ദിവസമാണ്, എല്ലാം റെഡിയാക്കി പെട്ടെന്ന് വായുമെന്ന്. അങ്ങനെ ഞാൻ കുളിച്ചും കൊണ്ട് 5ഉം 5ഉം കളയാൻ വേണ്ടി പോയി. ആവണി മാസം വരാൻ പോണോണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു വേണം നമ്മൾ ഈ 5ഉം 5ഉം കൊണ്ട് കളയേണ്ടത്. അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളുണ്ട് കേട്ടോ.